കേരളത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം. Friends, I bow to Sri Ananta Padmanabha Swami. I seek his blessings for the progress of the nation and its 140 crore people. It is always a pleasure to come to Thiruvananthapuram. This city is full of warm and affectionate people. I remember when I was here last year, thousands of people had gathered along the roads to bless me. I get so much love from the people of Kerala. This also motivates me to repay their faith with more hard work. സുഹൃത്തുക്കളെ, അനന്തപത്മനാഭസ്വാമിയെ ഞാൻ ആദ്യമായി നമസ്കരിക്കുകയാണ്. അനന്തപത്മനാഭന്റെ അനുഗ്രഹങ്ങൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും ഈ നാട്ടിലെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ അനന്തപത്മനാഭന്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് വരുന്നത് എല്ലായ്പ്പോഴും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ നഗരം ഏറ്റവും സ്നേഹധനരായിട്ടുള്ള ആളുകളുള്ള നഗരമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തെരുവീഥികൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് എന്നെ സ്വാഗതം ചെയ്യാൻ, എന്നെ അനുഗ്രഹിക്കാൻ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് എനിക്ക് എക്കാലവും ഏറെ സ്നേഹം, എനിക്ക് എപ്പോഴും സ്വാഗതം ലഭിച്ചിട്ടുണ്ട്. ആ സ്നേഹം അത് തിരിച്ചു നൽകാൻ വേണ്ടി കൂടുതൽ അധ്വാനിക്കാൻ, കഠിനാധ്വാനം ചെയ്യാൻ, അതിനുള്ള പ്രേരണയാണ് ആ സ്നേഹം എനിക്ക് നൽകുന്നത്. साथियों, केरला के लोगों में इस बार एक अलग ही उत्साह है. 2019 में केरला में बीजेपी को लेकर जो आशा जगी थी, वो 2024 में विश्वास में बदलती नजर आ रही है. 2019 में केरला ने बीजेपी एनडीए को डबल डिजिट में वोट दिया था. 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है. मैं केरला से इसी आशीर्वाद की अपेक्षा भी करता हूं, क्योंकि केरला भविष्य को जीने वाला, भविष्य को जानने वाला राज्य है. और 2024 में कुछ महीनों बाद क्या होने वाला है, ये भविष्य अब किसी से छुपा नहीं है. 2019 में देश नारा दे रहा था, फिर एक बार मोदी सरकार. 2024 में हर कोई कह रहा है, अब की बार 400 पार. സുഹൃത്തുക്കളെ, കേരളത്തിൽ ഈ തവണ ഒരു പ്രത്യേകമായിട്ടുള്ള ഉത്സാഹം, ആ ഉത്സാഹമാണ് കേരളത്തിലെ ജനങ്ങളിലുള്ളത്. 2019 കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ബിജെപിയെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്, ആ പ്രതീക്ഷകൾ ഇന്ന് 2024 എത്തിയപ്പോൾ അത് പ്രതീക്ഷയിൽ നിന്ന് വിശ്വാസമായിട്ട് മാറിയിരിക്കുകയാണ്. 2019 കേരളം ബിജെപി എൻഡിഎ
സഖ്യത്തിന് ഡബിൾ ഡിജിറ്റ് വോട്ട് നൽകിയെങ്കിൽ ഈ തവണ അത് ഡബിൾ ഡിജിറ്റ് സീറ്റായിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെ ഒരു അഭ്യർത്ഥനയാണ്, അങ്ങനെ ഒരു അനുഗ്രഹം നൽകണമെന്നാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ കാലത്തിന് മുന്നേ നടക്കുന്നവരാണ്, കാലത്തിന് മുന്നേ ചിന്തിക്കുന്നവരാണ്. 2024 ഈ രാജ്യത്ത് ഏതാനും മാസങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു രഹസ്യമായിട്ടുള്ള കാര്യമല്ല. 2019 മുദ്രാവാക്യം ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നായിരുന്നുവെങ്കിൽ 2024 ഈ തവണത്തെ മുദ്രാവാക്യം 400-ലധികം സീറ്റുകൾ എന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. साथियों, 2024 के लोकसभा चुनाव में विपक्ष अपनी हार मान चुका है। अपनी हार तय देखकर वो बौखलाया हुआ है। उसके पास देश के विकास का रोड मैप नहीं है। इसलिए उसने एक ही एजेंडा बनाया है, मोदी को गाली दो। मैं केरला के प्रतिभावान लोगों को जानता हूं। केरला कभी ऐसी नकारात्मक सोच रखने वालों को उनके साथ कभी भी खड़ा नहीं होगा। केरला इस बार राष्ट्र निर्माण के लिए बीजेपी को, एनडीए को आशीर्वाद देगा। यहां बीजेपी जिस तरह पदयात्रा निकाल रही है, जिस तरह सुरेंद्रन जी के साथ लोग सड़कों पर कंधे से कंधा मिलाकर चल रहे हैं, वो अपने आप में बहुत बड़ा संदेश है। केरला का ये मिजाज ही भाजपा के लिए 370 सीटों के लक्ष्य को आसान बनाएगा। मैं आपको ये विश्वास दिलाने आया हूं कि आपकी आकांक्षाओं को, केरला के सपनों को साकार करने में मोदी कोई कमी नहीं छोड़ेगा। और ये मोदी की गारंटी है। സുഹൃത്തുക്കളെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ള കാര്യം പ്രതിപക്ഷം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ സ്വയം പരാജയപ്പെടുമെന്ന് ഉറപ്പായ പ്രതിപക്ഷത്തിന് സമനില തെറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പും അവരുടെ മുന്നിലില്ല. അവർക്കൊരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ: നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക. കേരളത്തിലെ ജനങ്ങൾ കഴിവുറ്റ ജനങ്ങളാണ്, പ്രതിഭാധനരായിട്ടുള്ള ജനങ്ങളാണ്. കേരളം ഒരിക്കലും ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, അങ്ങനെയുള്ള ചിന്താഗതികളോടൊപ്പം നിൽക്കുന്നവരല്ല. കേരളം ഈ തവണ ഈ നാടിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്കും എൻഡിഎക്കും പിന്തുണ നൽകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ബിജെപിയുടെ പദയാത്ര, ആ പദയാത്ര നടന്നു കഴിഞ്ഞിരിക്കുകയാണ്, ഇന്ന് അവസാനിക്കുകയാണ്. ഈ പദയാത്രയിൽ കേരളത്തിൽ ഉടനീളം പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ആ പദയാത്രയിൽ പങ്കാളികളായത് എന്ന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ആ സന്ദേശം, കേരളത്തിന്റെ ഈ മനോഭാവം, 370 സീറ്റ് എന്നുള്ള ലക്ഷ്യം,
ആ ലക്ഷ്യം എളുപ്പമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലീകരിക്കാൻ, കേരളത്തിന്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ, അതിനു വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്താൻ നരേന്ദ്രമോദി പ്രതിജ്ഞാബദ്ധനാണ്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. साथियों, बीजेपी ने